ഓക്കെ, നമ്മളിവിടെ പ്ലോട്ട് ചെയ്ത് നോക്കുന്നത് എന്തൊക്കെയാണ്? ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസും സാലറി. ഉണ്ടല്ലേ, ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് സാലറി കൂടുന്നുണ്ട് ഇവിടെ, അല്ലേ? അതായത് ഒരു ലീനിയർ റിലേഷൻഷിപ്പ് കൂടെ കീപ്പ് ചെയ്യുന്നുണ്ട്. അതായത് എക്സ്പീരിയൻസ് കൂടുന്തോറും നമ്മുടെ സാലറി റേഞ്ച് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനിൽ ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലീനിയർ റിലേഷൻഷിപ്പുള്ള ഈ ഫീച്ചർ, എക്സ്പീരിയൻസ് എന്ന ഫീച്ചർ ഈ ഒരു ഡിപ്പെൻഡന്റ് വാരിയബിളിൽ എന്താണ് തമ്മിൽ ഒരു ലീനിയർ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഗ്രാഫിലൂടെ മനസ്സിലാക്കാം, അല്ലേ? അപ്പൊ ഗ്രിഡ് ഈക്വൽ ടു ട്രൂ എന്ന് നമ്മൾ ഈ ഒരു കോഡിൽ കൊടുത്തിട്ടുണ്ട്. ഗ്രിഡ് മീൻസ് ഇങ്ങനെ അങ്ങനെ കൊടുത്തിട്ടില്ലേ, കോളംസ് ആൻഡ് റോസ് ആയിട്ട് നമ്മളിങ്ങനെ ഗ്രിഡ് ആക്കിയിട്ടുണ്ട്, അല്ലേ? അതിന് വേണ്ടിയാണ് ഗ്രിഡ് കൊടുക്കുന്നത്. ഓക്കെ, ഡാറ്റ വിഷ്വലൈസേഷൻ ആണ് ഇപ്പൊ നമ്മൾ ചെയ്തത്, കമ്പാരിസൺ ഓഫ് സാലറി ആൻഡ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഡാറ്റ സെറ്റിനെ ഇവിടെ ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നെങ്കിലും അപ്പൊ നമ്മള് ഇവിടെ ആകെ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് സാലറിയുടെ പ്രഡിക്ഷൻ ഇവിടെ ചെയ്തത്. ഇപ്പൊ പെർഫോമൻസ് അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ ആകെ ഒരു ഫീച്ചറെ യൂസ് ചെയ്തിട്ടുള്ളൂ, ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്. പക്ഷെ മെഷീൻ ലേണിംഗ് മോഡൽ എപ്പോഴും 2 ഡയമെൻഷണൽ ഫീച്ചേഴ്സ് ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. എക്സ് എന്ന് പറയുമ്പോൾ എന്താ, ഇൻഡിപെൻഡന്റ് വാരിയബിൾസ് ആണ്. അപ്പൊ ആ ഫീച്ചർ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നത് മൾട്ടിപ്പിൾ ഫീച്ചേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് 2D അല്ലെങ്കിൽ 2 ഡയമെൻഷണൽ ആയിരിക്കും എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. സാലറി, അതായത് വൈ എന്ന് പറയുന്നത് എപ്പോഴും 1 ഡയമെൻഷനിൽ തന്നെ ആയിരിക്കും. ബിക്കോസ് അത് ഒറ്റ കോളം ആയിരിക്കും പ്രഡിക്ഷൻ എന്താണ് വരുന്നത് എന്നുള്ളത്. എക്സിൽ മൾട്ടിപ്പിൾ കോളംസ് ഉണ്ടായിരിക്കും, അല്ലേ? ഫീച്ചേഴ്സ് കുറെ ഉണ്ടായിരിക്കും. ഇവിടെ നമ്മൾ ആകെ ഒരു ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അതുകൊണ്ട് മോഡൽ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് ആ ഒരു ഫീച്ചേഴ്സിന് ഷേപ്പ് ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് എക്സ് ഡോട്ട് റീഷേപ്പ്, അതായത് ഈ എക്സിനെ മാത്രം നമ്മൾ റീഷേപ്പ് ചെയ്യും. ഓക്കെ, -1, 1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിനെ റീഷേപ്പ് ചെയ്യും.